ദേവദാസൻ ജോർജ് വാകീലച്ചന്റെ 94ാം സ്മരണാഘോഷങ്ങളോടനുബന്ധിച്ച് ബൈബിൾ പകർത്തിയെഴുതി മരട് മുത്തേടം ഇടവകയിലെ 1243 ഇടവകാംഗങ്ങൾ ഒക്ടോബർ 12-ാം തീയതി രാവിലെ 10:30 ആഘോഷമായ ബൈബിൾ പ്രതിഷ്ഠയോടുകൂടിയാണ് ബൈബിൾ പകർത്തിയെഴുതുവാൻ ആരംഭിച്ചത്. 11:15 ആരംഭിച്ച വചന പകർത്ത് 12:10 പൂർത്തിയായി. ദൈവവചനം പകർത്തിയെഴുതിയവരിൽ 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി മുതൽ 78 വയസ്സായ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. വിദ്യാധനരായ സാധാരണക്കാരും കോളേജ് പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ് തുടങ്ങിയ പ്രൊഫഷണലുകളും സന്യസ്തരും ഏകസ്ഥരും വിവാഹിതരും വിഭാഗീയരും വിധവകളും എന്നിങ്ങനെ വലിപ്പച്ചെറുപ്പമില്ലാതെ ഇടവകാംഗങ്ങൾ ഒന്നു ചേർന്ന് തികഞ്ഞ പ്രാർത്ഥനാ ചൈതന്യത്തിലാണ് ബൈബിൾ പകർത്തിയെഴുതിയത്. 3486 പേജുകളിലധികം വരുന്ന ഈ കയ്യെഴുത്ത് ബൈബിൾ ഒക്ടോബർ 26 ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷന് പ്രതിഷ്ഠിക്കപ്പെടും. ആരും ഒറ്റയ്ക്കല്ല എന്നും എല്ലാവരും ദൈവവചനത്താൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയതെന്ന് ഇടവകാംഗങ്ങൾ പ്രതികരിച്ചു. ഇടവകയിലെ വൈദികരോടൊപ്പം യുവജന ശുശ്രൂഷ സമിതി അംഗങ്ങളും കേന്ദ്ര സമിതി ഭാരവാഹികളും സ്മരണാഘോഷത്തിന്റെ ജനറൽ കൺവീനർ ഉൾപ്പെടെയുള്ള എല്ലാ കൺവീനർമാരും വിശ്വാസ പരിശീലന സംഘത്തിലെ അധ്യാപകരും ചടങ്ങിന് നേതൃത്വം നൽകി. പ്രിയമുള്ളവരെ, കേരള സഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട്, വരാപ്പുഴ തിരുവചന ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതുകയായിരുന്നു. മരട് മുത്തേടം ഇടവകയില് ദേവദാസൻ ജോർജ് വാകീലച്ചന്റെ 94ാം സ്മരണാഘോഷങ്ങളോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മിരാഷച്ചന്റെ നേതൃത്വത്തില് ഇവിടുത്തെ യുവജന ശുശ്രൂഷ സമിതി ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയുണ്ടായി. 1243 പേരാണ് ഈ ദൈവവചന രചനയിൽ പങ്കുചേർന്നത്. ബൈബിൾ പ്രതിഷ്ഠയോടുകൂടി ആരംഭിച്ച ഈ ദൈവവചന ശുശ്രൂഷ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം എഴുതുകയും അത് അവരുടെ പേരും വീട്ടുപേരും യൂണിറ്റിന്റെ പേരും എഴുതി അവരുടെ സ്വന്തമാക്കുകയും ചെയ്തു. ഇനി ഈ ഒരു ബൈബിളിൽ ഈ ഇടവക മുഴുവനും ഉൾച്ചേർന്നിരിക്കുകയാണ്. വലിയൊരു ദൈവകൃപയുടെ അവസരമായിട്ട് ഇതിനെ കാണുകയാണ്. ഈ ദൈവവചനത്തില് ഞങ്ങളെല്ലാ കുടുംബങ്ങളും ഒന്നു ചേരുന്നു എന്നുള്ളത് വലിയ വലിയ അനുഗ്രഹം തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും, ബഹുമാനപ്പെട്ട കൊച്ചന്മാരെയും എല്ലാ യുവജന സുഹൃത്തുക്കളെയും കേന്ദ്ര സമിതി, അതോടൊപ്പം തന്നെ വാകീലച്ചന്റെ സ്മരണാഘോഷങ്ങളുടെ കമ്മിറ്റികൾ, അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ഒരു ദിവസം ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം ഇവിടെ ചൊരിയപ്പെട്ട ദിവസമാണ്. എല്ലാവർക്കും ഇതിൻ്റെ അനുഗ്രഹങ്ങൾ തുടർന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവം ഭയങ്കര വെറൈറ്റി സംഭവം ഞങ്ങളുടെ അച്ഛൻ ചെയ്തേക്കുന്നത്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് വികാരിയച്ഛനും കൊച്ചച്ഛനും ഇതിനെ രൂപകൽപ്പന ചെയ്ത എല്ലാവരുടെയും സഹകരണവും സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രക്കും സൂപ്പർ പരിപാടിയാണ്. വളരെ നന്നായിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും സന്തോഷം. വളരെ ബ്യൂട്ടിഫുൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത്രക്ക് വെറൈറ്റിയായ സംഭവം. ദിനവൃത്താന്തം ഓൾറെഡി ഇത്ര നാൾ വായിക്കാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിട്ടെങ്കിലും ഇന്ന് അത് ഈ 3-4 ദിവസം കൊണ്ട് പഠിച്ച് ബൈഹാർട്ടാക്കിയതിന്റെ അല്ലെങ്കിലും എഴുതി അതിന്റെ രീതിയിൽ വിട്ടതുകൊണ്ട്, കേട്ടതുകൊണ്ടും അതിന്റെ വാക്കുകളും എല്ലാം മനസ്സിലാക്കാനും അറിയാനും നന്നായിട്ട് സാധിച്ചു. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇതിന് എല്ലാവർക്കും, ഈ എഴുതിയവർക്കും ഇതിന് ഭയങ്കര ഒരു സംഭവമാണിത്. ഞങ്ങൾക്ക് നമ്മുടെ ഇടവക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നതിനും എന്താ പറയാ, വളരെ 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 നന്നായിരിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ, നടുമൂട്ടയുടെ ഇടവകയിൽ ഇത്രയും വലിയൊരു സംഭവമായി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്, എന്തോരം റിസ്ക് എടുത്താണെങ്കിലും അച്ഛന്മാർ ചെയ്ത ഈ ഒരു എഫർട്ട് നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് എഴുതാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്കിന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആ വാക്കുകളൊക്കെ, ഓരോ വാചകങ്ങൾ എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് ആഴമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എഴുതുമ്പോൾ. അപ്പം അത്രയ്ക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞു ഇന്നത്തെ ഈ ഒരു വലിയൊരു സംഭവം. അതുപോലെ ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇത്രയും വലിയൊരു
ഈ ബൈബിൾ കൈയെഴുത്ത് നടത്തിയ ഇവിടുത്തെ ഇടവകയിലെ എല്ലാ വികാരിക്കും അതുപോലെ തന്നെ കൊച്ചച്ചന്മാർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയണേണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ് കിട്ടിയത് ഇതിനകത്ത്.